ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. പൊന്നോണത്തിൻ്റെ 7ാം ദിനമായ ഇന്ന് മൂലം നക്ഷത്രമാണ്. പതിവ് പോലെ തന്നെ ഇവിടെ എല്ലാ പൂക്കളും സജ്ജമായിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കൃഷ്ണ കിരീടം പൂവ് അഥവാ ഹനുമാൻ കിരീടം എന്ന പൂവാണ് വെക്കുന്നത്. ഈ പൂവ് കിട്ടാൻ ഞാനും വലിച്ചിട്ട് നല്ലതുപോലെ കഷ്ടപ്പെട്ടായിരുന്നു. ഇന്ന് നമ്മൾ അത്തപ്പൂക്കളെ ഇടേണ്ടത് വൃത്താകൃതിയിലല്ല, ചതുരാകൃതിയിലാണ്. ഇന്ന് ഓണത്തിൻ്റെ 7ാം ദിവസമായ മൂലം നക്ഷത്രമാണ്. ഇന്ന് ഒന്നുകൂടി മുക്കും മൂലയും എല്ലാം അടിച്ചു വാരി ചാണകം തളിച്ച് അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങാം. അപ്പം ആദ്യം തന്നെ മുക്കൂറ്റി തുമ്പ തുളസി വെച്ച ശേഷം നമുക്ക് പൂവിട്ട് തുടങ്ങാം. ഇന്നത്തെ ദിവസം ഗുരുവിനെ അതായത് ദേവഗുരുവിനെ സങ്കല്പം ചെയ്ത് കൃഷ്ണകിരീടം അഥവാ ഹനുമാൻ കിരീടമാണ് വെക്കാറ്. പിന്നെ സൂര്യൻ, ചന്ദ്രൻ 7ാം ദിവസമായതുകൊണ്ട് 7 മക്കൾ, മുഷട്ട. കൂടാതെ നമ്മൾ 5ാം ദിവസമായ അനിഴം നക്ഷത്രം തൊട്ട് കുട ചൂടാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് 7ാം ദിവസമാകുമ്പോൾ 3 കുട ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ വഴിപ്പൂ, ഭഗവാൻ എഴുന്നള്ളുന്ന സങ്കല്പം ചെയ്ത് വഴിപ്പൂവും ഇടണം. ഇതാണ് ഇന്നത്തെ പ്രത്യേകത. ഓണത്തോടൊപ്പം നമ്മൾ ചേർത്ത് പറയുന്ന ഒന്നാണ് പുലിക്കളി, തുമ്പിത്തുള്ളൽ. ഈ ഓണം വിനോദങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത് ഈ മൂലം നാളിലാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഊഞ്ഞാലിടുന്ന ചടങ്ങും ഇന്നേ നാളിലാണ് നടക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ അനുജച്ചിയുടെ മക്കളാണ് ഋതികയും ഋതുരാജും. ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെളി ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് പാടത്ത് പോയി ചെളി എടുക്കാം. ഇത് മണ്ണ കുറച്ച് ഇത് കൊള്ളാം അല്ലേ? കുഴപ്പമില്ല, വലിയ തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെളി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി തൃക്കാക്കരയപ്പനെ അണിയിച്ചൊരുക്കാവുന്നതാണ്. ഇത് നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.